ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലവ് ലൈഫിൽ ഒരു ചേഞ്ച്, ഒരു നല്ല മനോഹരമായ ഷിഫ്റ്റ് വരാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കറണ്ട് എനർജി നോക്കുമ്പോൾ ഇന്ന് 9 പോർട്ടലാണ്. നിങ്ങളുടെ ഭാഗ്യത്തിൽ വളരെ നല്ല ഒരു മാറ്റം ഈ ഒരു 9 പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള മാറ്റമായിരിക്കും നിങ്ങളുടെ ലവ് ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇനി ചിന്തിക്കുന്നത്, എനിക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കണം, ഇനി തെറ്റായ വഴിയിൽ കൂടെ ഞാൻ പോവത്തില്ല, തെറ്റായ വഴി ഒരിക്കലും ഞാൻ തിരഞ്ഞെടുക്കത്തില്ല എന്നുള്ള രീതിയിൽ നല്ലൊരു വഴി ഇവർ തിരഞ്ഞെടുക്കുന്നതായിട്ട്, കാർമിക് സൈക്കിൾ റിലീസായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറേ കാലമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇതേപോലെ ബാക്ക്വേർഡ് ചെയ്യുകയാണ്. അതായത് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്യുക, ഇല്ല എങ്കിൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കായി ബ്ലോക്ക് സിറ്റുവേഷനിൽ നിങ്ങളെ ആക്കുക, നോ കോൺടാക്ട് സിറ്റുവേഷനിലാക്കുക. അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലല്ല എങ്കിൽ ഓൺ ഓൺ ഓഫ് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്നത് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ അവരുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് അവരൊരു തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഷിഫ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഇവർ എടുക്കുന്നത്. അപ്പോൾ അവരുടെ വിഷ് എന്താണോ അതനുസരിച്ച് അവർ ഒരു തീരുമാനം എടുക്കും. കാരണം ഇപ്പോൾ ക്ലെൻസിങ് പീരീഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. കുറേ ആൾക്കാരുടെ പേഴ്സൺ അതോറിറ്റിക്കായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. കുറേ ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഇവർ എടുക്കും ഒരു തീരുമാനം. ഇവർ ആഗ്രഹിക്കുന്നത് സിറ്റുവേഷൻസ് ബാലൻസിലാകണമെന്നാണ്. കൂടാതെ ആർക്കും ഒരു ഹേർട്ടും ഇവർ കാരണം ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ സംതിങ് ഗോയിങ് ടു എൻഡ് ആവാൻ പോവുകയാണ്. അതായത് കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവാൻ പോവുകയാണ്. ഇവിടെ മാരേജ് കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തമ്മിൽ കാർമിക് സിറ്റുവേഷനാണുള്ളത്, കാർമിക് റിലേഷൻഷിപ്പാണ് ഉള്ളത് എങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും എൻഡ് ആവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ടൈം പീരീഡ് ഡിവോഴ്സ് കേസസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഹസ്ബൻഡ് വൈഫിനെ ഡിവോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യുക, അങ്ങനെയുള്ള കേസസ് കൂടുതലായിട്ട് ഈ ഒരു 9 പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റിലുള്ളവരുടെ ഇടയിൽ ഇത് കാണാൻ സാധിക്കുന്നതാണ്. കാർമിക് റിലേഷൻഷിപ്പിന് വളരെ വലിയ ഒരു ട്രിഗറാണ് കിട്ടാൻ പോകുന്നത് ഈ ഒരു 9 പോർട്ടലിന് ശേഷം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവരുടെ ആ ഒരു പെൻഡിങ് കർമ്മ റിലീസ് ആവാനുള്ള സമയമായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ക്ലെൻസ് ഔട്ട് ആകുന്നതാണ്. ഇനി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ പെൻഡിങ് കർമ്മ ഉറപ്പായിട്ടും സമയമായിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ക്ലെൻസ് ഔട്ട് ആകുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള മാരേജ് ലൈഫാണ് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ആ ഒരു മാരേജ് ലൈഫിന് എൻഡ് ആകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് ഡെത്തിൻ്റെ കാർഡ് പറയുന്നത്, സംതിങ് ഗോയിങ് ടു എൻഡ്. അവർക്ക് നിങ്ങളുമായിട്ട് എന്ത് ജോലിയാണോ ഉണ്ടായിരുന്നത്, എന്ത് കർമ്മയാണോ ഉണ്ടായിരുന്നത്, ആ ഒരു കർമ്മ പൂർത്തിയായാൽ അവർ നിങ്ങളിൽ നിന്ന് റിലീസായി പോകും. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ അവർ ഒരിക്കലും റിലീസായി പോകത്തില്ല. ഇവിടെ നിങ്ങളുടെ ബാഗേജ് എന്താണോ അതാണ് റിലീസായി പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ ഇത്രയും നാളായിട്ട് ഇവർ ഓരോന്ന് പറഞ്ഞ് നിങ്ങളോട് ഇപ്പോൾ മാരേജ് ചെയ്യാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അതായത് ഓരോ എക്സ്ക്യൂസസ് തരത്തില്ല നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമോ അല്ലെങ്കിൽ മാരേജിൻ്റെ കാര്യമോ പറയുമ്പോൾ. അപ്പോൾ ഇനി ഇവർ ഈ ഒരു ടൈം പീരീഡിൽ പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതാണ്. ഇനി ഇവർ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് നിങ്ങൾക്ക് തരത്തില്ല. കാരണം ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് ഇവർക്കുള്ളത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ വിഷ് എന്താണോ അതിന് വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കും, അതിനു വേണ്ടി ഇവർ ഒരു തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എനർജി ആ ഒരു 9 പോർട്ടലിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുടെ വെയിറ്റിംഗ് പീരീഡ് എൻഡ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. നമുക്ക് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം.
ഇവിടെ കോണ്ടാക്റ്റിലുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധാലുവാകണമെന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയും ഇതേ സെയിം എനർജി ആയിരുന്നു കോണ്ടാക്റ്റിലുള്ളവർക്ക്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ആ സെയിം എനർജിയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. കോണ്ടാക്റ്റിലുള്ളവർ ഒരു 100% എങ്കിൽ 75% ആൾക്കാർക്കും അവരുടെ പേഴ്സണിൽ നിന്ന് ട്രിഗർ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ വഴക്കിടുകയും അത് പിന്നെ ബ്ലോക്ക് സിറ്റുവേഷനിലോട്ട് മാറുകയും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ബ്രേക്കപ്പ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചു, അവരുടെ ഭാഗത്തു നിന്ന് റിപ്ലൈ ഇല്ല, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സംസാരിച്ചു, നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചു, അവരുടെ ഭാഗത്തു നിന്ന് റിപ്ലൈ ഇല്ല, പിന്നെ നിങ്ങൾ ചോദിക്കും എന്തായി ഒന്നും പറയാത്ത എന്നോട്, എന്നെ പഴയതുപോലെ ഇഷ്ടമില്ല, പിന്നെ അത് ചൊല്ലി വഴക്കായി അവസാനം ബ്രേക്കപ്പ് സിറ്റുവേഷനിലാകും. അതുകൊണ്ട് വരാൻ പോകുന്ന 4 ദിവസം നിങ്ങൾക്ക് വളരെ ഹെവി എനർജി ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം കൂടുതലായിട്ടും നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടാനോ ആവശ്യമില്ലാതെ അവരോട് ഒന്നും പറഞ്ഞ് വഴക്കിടാൻ പോകരുത്. കാരണം ബ്രേക്കപ്പ് അല്ലെങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം പേഷ്യൻസോടെ ഇരിക്കുക എന്നുള്ളതാണ്. എന്ത് ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് പേഷ്യൻസോടെ എടുക്കുക, പൊളൈറ്റായിട്ട് ഇരിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ആ ഒരു യൂണിയൻ അങ്ങറ്റം വരെ ഉണ്ടാവുകയുള്ളൂ. ഇല്ല എങ്കിൽ പകുതി വെച്ച് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആകും. ഇനി നമുക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ കൺഫ്യൂഷനിലായിരിക്കും ഉണ്ടാവുക. ഇവർ നിങ്ങളെക്കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ചിന്തിക്കുക, നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇവർ നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും എപ്പോഴും ചിന്തിക്കുക, ഈ ഒരു കൺഫ്യൂഷൻ മനസ്സിലുണ്ടെങ്കിൽ പോലും. കുറേ ആൾക്കാരുടെ സെപ്പറേഷൻ പീരീഡ് എൻഡാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഒരു ചേഞ്ച് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. മദർ ഗായുടെ ബ്ലെസ്സിങ്ങോടെ കുറേ യൂണിയൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങളുമായിട്ടുള്ള മാരേജ്. ഇവിടെ നിങ്ങളുടെ കൂടെ ഒരു സ്റ്റെബിലിറ്റി വേണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഫാമിലിയെ കൺവിൻസ് ചെയ്യുവാൻ ഇവർ തയ്യാറാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ തിരികെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുവാനുള്ള വൈബ്സും ആക്ഷൻ എടുക്കാനുള്ള വൈബ്സും കാർമിക് റിലീസാക്കാനുള്ള വൈബ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് നല്ലതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ പോർട്ടലിന് ശേഷമുള്ള ആ ഒരു ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് സോ മച്ച്.